point. മുത്തയ്യ മുരളീധരൻ എന്ന ശ്രീലങ്കക്കാരനായ ഇതിഹാസ ക്രിക്കറ്റ് താരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ സില്ലി പോയിന്റ് പറഞ്ഞു തുടങ്ങിയത്. മഹാനായ സ്പിൻ ബൌളർ. അതിനേക്കാൾ മഹത്വം മുരളീധരൻ എന്ന മനുഷ്യസ്നേഹിക്കുണ്ട്. അക്കാര്യവും കഴിഞ്ഞ സില്ലി പോയിന്റിൽ പറഞ്ഞു. മുരളീധരൻ ജനിച്ചത് 1972 ഏപ്രിൽ 17 ശ്രീലങ്കയിലെ കാൻറ്റി എന്ന സ്ഥലത്തെ ഒരു തമിഴ് കുടുംബത്തിലാണ്. അച്ഛൻ സിനസ്വാമി മുത്തയ്യ, അമ്മ ലക്ഷ്മി. അച്ഛൻ ബിസ്ക്കറ്റ് നിർമ്മാതാവായിരുന്നു. തമിഴ്നാട്ടിലെ തൃശ്ശനാപ്പള്ളിയിലാണ് ആ കുടുംബത്തിന്റെ വേരുകൾ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുത്തയ്യ മുരളീധരൻ കളിക്കാൻ തുടങ്ങി. ആദ്യം മീഡിയം പേസ് ബൌളറായിരുന്നു. സ്കൂളിലെ ക്രിക്കറ്റ് പരിശീലകൻ മുത്തയ്യ മുരളീധരനോട് പറഞ്ഞു, നിനക്ക് നല്ലത് ഓഫ് സ്പിൻ ബൌളിംഗ് ആണ്, മീഡിയം പേസ് അല്ല. ആ ഉപദേശം മുരളീധരൻ സ്വീകരിച്ചു. അങ്ങനെയാണ് മുരളീധരൻ എന്ന ഓഫ് സ്പിന്നർ ജനിക്കുന്നത്. സുനിൽ ഫെർണാണ്ടോ എന്നാണ് ആ പരിശീലകന്റെ പേര്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ നല്ലൊരു കളിക്കാരനായി മാറിയ മുരളീധരൻ സ്കൂൾ ഫസ്റ്റ് 11-ൽ കളിച്ചു. 1990-91 സെന്റ് ആന്റണീസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 100 വിക്കറ്റുകൾ വീഴ്ത്തി മുരളീധരൻ എല്ലാവരുടെയും യശസ് സമ്പാദിച്ചു. 90-91 കാലത്ത് ബാറ്റ സ്കൂൾ ബോയ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് മുരളീധരനായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ ശേഷം മുരളീധരൻ തമിഴ് ജൂനിയർ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ആൻഡ് അത്ലറ്റിക് ക്ലബ്ബിലാണ് അദ്ദേഹം ചേർന്നത്. തമിഴ് യൂണിയൻ ക്രിക്കറ്റ് ആൻഡ് അത്ലറ്റിക് ക്ലബ്ബിൽ. പക്ഷേ ആ ക്ലബ്ബിൽ ചേർന്ന് കളിക്കുന്ന കാലത്തെ ആദ്യത്തെ കളികളിലൊന്നും ഒറ്റ വിക്കറ്റ് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷേ പിന്നീട് എതിരാളികളെ അമ്പരപ്പിക്കുന്ന ബൌളറായി അദ്ദേഹം മാറി. സെൻട്രൽ പ്രോവിൻസിനും തമിഴ് യൂണിയൻ ക്രിക്കറ്റ് ക്ലബ്ബിനും വേണ്ടി കളിക്കുന്ന കാലത്ത് മുരളീധരൻ 46 മത്സരങ്ങളിൽ നിന്ന് 234 വിക്കറ്റുകൾ വീഴ്ത്തി. ഓരോ വിക്കറ്റ് കിട്ടുമ്പോഴും വെറും 14.51 റൺസ് മാത്രമേ മുരളീധരൻ വഴങ്ങിയുള്ളൂ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മുരളീധരന്റെ പന്തിൽ എതിർ ടീം 14-15 റൺസ് എടുക്കുമ്പോഴേക്കും മുരളീധരൻ അതിലൊരു വിക്കറ്റ് എടുത്തിരിക്കും. 29-30 റൺസ് ആവുമ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റും മുരളീധരൻ എടുത്തിരിക്കും. 92 ഓഗസ്റ്റ് 28 മുരളീധരന് 20 വയസ്സ്. മുത്തയ്യ മുരളീധരൻ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ശ്രീലങ്കൻ ടീമിൽ അംഗമായി. ഖേത്രാമ സ്റ്റേഡിയത്തിൽ അരങ്ങേറ്റത്തിൽ മുരളീധരന് 3 വിക്കറ്റ് കിട്ടി. ആദ്യ വിക്കറ്റ് ക്രെയ്ഗ് മക്ഡെമർട്ടിന്റേതായിരുന്നു. തൊട്ടടുത്ത പരമ്പര സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായിരുന്നു. 104 റൺസ് വഴങ്ങി മുരളീധരൻ 5 വിക്കറ്റുകൾ വീഴ്ത്തി. ആ കളിയിൽ കെപ്ലർ വെസൽസ്, ഹാൻസി ക്രോണിയെ, ജോൺ ടി റോഡ്സ് എന്നീ മികച്ച ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. മുരളീധരന്റെ ഒരു ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് എന്ന ആദ്യത്തെ കളിയായിരുന്നു അത്. 1995 അവസാനമാവുമ്പോഴേക്കും 22 ടെസ്റ്റുകളിൽ നിന്നായി മുരളീധരൻ 80 വിക്കറ്റുകൾ എടുത്തിരുന്നു. 1995 ഡിസംബർ 26 അന്ന് ശ്രീലങ്ക ഓസ്ട്രേലിയ മത്സരം മെൽബോൺ ക്രിക്കറ്റ് മൈതാനത്ത് നടക്കുന്നു. ഓസ്ട്രേലിയയെ ശ്രീലങ്ക നേരിടുകയാണ്. ക്രിസ്മസിന്റെ പിറ്റേന്നത്തെ ടെസ്റ്റ് മത്സരമായതിനാൽ ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ആ മത്സരത്തിൽ ഡാരൽ ഹെയർ ആയിരുന്നു അമ്പയർ. വെളുത്ത വർഗ്ഗക്കാരനായ അദ്ദേഹത്തിന് വെളുപ്പല്ലാത്ത വർഗ്ഗക്കാരോട് അത്ര താൽപര്യമില്ല. ക്രിക്കറ്റ് നിയമങ്ങളെക്കുറിച്ചുള്ള പാണ്ഡിത്യത്തിൽ അദ്ദേഹം വലിയ കേമൻ തന്നെയായിരുന്നു. മികച്ച എംപയറായിരുന്നു അദ്ദേഹം എന്നതിൽ തർക്കമില്ല. പക്ഷേ അതിലേറെയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളും. ഒടുവിൽ മോഷണക്കുറ്റക്കേസിൽ പിടിക്കപ്പെട്ട് അമ്പയറിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു ഹെയറിന്. ഏതായാലും ആ ഹെയർ ആയിരുന്നു ശ്രീലങ്ക ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ മത്സരത്തിൽ അമ്പയർ. ഹെയർ മുരളീധരന്റെ ബൌളിംഗ് ആക്ഷൻ സുസൂക്ഷ്മം വീക്ഷിച്ചു. ഹെയറിന് തോന്നി മുരളീധരന്റെ ബൌളിംഗ് ആക്ഷനിൽ തെറ്റുണ്ടെന്ന്. അതായത് മുരളീധരൻ ബൌൾ ചെയ്യുകയല്ല, എറിയുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. എറിയുമ്പോൾ പന്തിന് വേഗം കൂടും. കൂടെ മുരളീധരന്റെ വിരലുകൾ നൽകുന്ന സ്പിൻ കൂടിയാവുമ്പോൾ അത് അപകടകരമായ പന്താവും. ബാറ്റ്സ്മാൻമാർക്ക് അത്തരം പന്തുകളെ നേരിടാൻ കഴിയില്ല. മുരളീധരന്റെ പന്തുകൾക്ക് അമ്പയർ ഹെയർ 7 തവണ നോബോൾ വിധിച്ചു. വലിയൊരു വിവാദത്തിന്റെ തുടക്കമായിരുന്നു അത്. മുരളീധരന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ ഇനിയുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ആ വിവാദവും അടുത്ത സില്ലി പോയിന്റിൽ കേൾക്കാം. Silly point.